സാരംഗ, നേരത്തെ നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്ത കെ.യു. നിത്യാനന്ദിന്റെ രാജി, കോൺഗ്രസ് പ്രവർത്തകരുടെ കൊഴിഞ്ഞുപോക്ക് ഒരു ഭാഗത്ത് നിൽക്കുന്നു. ഈ നിശബ്ദ പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും വോട്ടെടുപ്പിനെ അതും ബാധിക്കും. കാരണം പല വിഷയങ്ങളാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ വോട്ടിനെ നിർണ്ണയിക്കുക. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ, നിശബ്ദ പ്രചാരണം ഏത് രീതിയിൽ പുരോഗമിക്കുന്നു? പോളിംഗ് സാമഗ്രികളുടെ വിതരണമൊക്കെ പൂർത്തിയായോ ജില്ലയിൽ? വിനിഷ, തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കുകയാണ്. തൃശൂർ ഉൾപ്പെടെ കാസർഗോഡ് വരെ ജില്ലകളിലാണ് നാളെ വോട്ട് രേഖപ്പെടുത്തുന്നത്. 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെ വോട്ട് രേഖപ്പെടുത്താനുള്ള അവകാശമുണ്ട്. അല്ലെങ്കിൽ 7 മണി വരെ വോട്ട് രേഖപ്പെടുത്താൻ കഴിയും. എന്തായാലും തൃശൂർ ജില്ലയിൽ ഇന്ന് പ്രചരണ രംഗം, അതായത് നിശബ്ദ പ്രചരണം സജീവമായിരുന്നു. പ്രധാനമായും നേതാക്കളൊക്കെ തന്നെയും വീടുകൾ കയറിയിറങ്ങി ബാക്കി ഉണ്ടായിരുന്ന ആളുകളെ കൂടി കണ്ട് അത്തരത്തിൽ പ്രചരണം നടത്തി. അതുപോലെ തന്നെ ഈ പോളിംഗ് സാമഗ്രികളുടെ വിതരണവും കൃത്യം 10 മണിക്ക് തന്നെ ആരംഭിച്ചു. എറണാകുളം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലായിരുന്നു ഇത്തരത്തിൽ ഈ സാമഗ്രികളുടെ വിതരണം നടന്നത്. അതും കൃത്യമായിട്ട് തന്നെ പുരോഗമിച്ചു. എന്തായാലും ജില്ലയിൽ ആകെ 111 തദ്ദേശ സ്ഥാപനങ്ങളാണുള്ളത്. ഈ 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് 2204 വാർഡുകളുണ്ട്. ഈ വാർഡുകളിലേക്കാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതുപോലെ തന്നെ ജില്ലയിൽ 3395 പുരുഷ വോട്ടർമാരും അതുപോലെ തന്നെ 3813 വനിതാ വോട്ടർമാരും ഉൾപ്പെടെ ഏതാണ്ട് 27,36,817 വോട്ടർമാരാണുള്ളത്. നാളെ സമ്മതിദാനാവകാശത്തിനായിട്ട് ഒരു 27 ലക്ഷത്തോളം ആളുകളാണ് ജില്ലയിൽ എത്തുന്നത് എന്നുള്ള കാര്യമാണ്. ഇനി കഴിഞ്ഞ ദിവസമായിരുന്നു ഈ പ്രചരണത്തിൻ്റെ കൊട്ടിക്കലാശം. ഏതാണ്ട് ഒരു മാസം നീണ്ടുനിന്ന പ്രചരണ പരിപാടികൾക്ക് ഇന്നലെ വൈകിട്ട് 6 മണിയോട് കൂടിയിട്ട് സമാപനമായി എന്നുള്ള കാര്യമാണ്. എന്തായാലും വലിയ ആവേശമായിരുന്നു ഇന്നലെ തൃശ്ശൂരിനെ സംബന്ധിച്ച് കൊട്ടിക്കലാശം. 3 മുന്നണികളും വലിയ രീതിയിൽ തന്നെ ആഘോഷമാക്കി. അതിലെടുത്തു പറയേണ്ടത് ഇടതുപക്ഷത്തിൻ്റെ LDFിൻ്റെ പ്രചരണം തന്നെയാണ്. വലിയ രീതിയിൽ ആഘോഷമായിരുന്നു. അതോടൊപ്പം തന്നെ ഈ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ടുള്ള പുലിക്കളി കൂടി ഈ രംഗത്തിറങ്ങിയതോടെ വലിയ ആഘോഷവും ആവേശവുമായിരുന്നു സ്ഥാനാർത്ഥികളും പ്രവർത്തകർക്കും അതുപോലെ തന്നെ കണ്ടു നിൽക്കുന്നവർക്കും ഉണ്ടായിരുന്നത്. എന്തിനായാലും ഇന്നും ഇത്തരത്തിൽ പ്രചരണത്തിന് ഒട്ടും കുറവുണ്ടായിട്ടില്ല. നിശബ്ദ പ്രചരണം പല ഭാഗങ്ങളിലും ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോളിംഗ് സാമഗ്രികളുടെ വിതരണം കഴിഞ്ഞു. മറ്റൊരു കാര്യം, ഏതാണ്ട് രാവിലെ നാളെ ആകെ 24 വോട്ടിംഗ് മെഷീൻ വിതരണ കേന്ദ്രങ്ങളും അതുപോലെ തന്നെ സ്വീകരണ കേന്ദ്രങ്ങളും 24 സ്ട്രോങ് റൂമുകളുമാണ് ജില്ലയിലാകെ മൊത്തത്തിലുള്ളത്. ഇതിനു വേണ്ട എല്ലാ ഉപകരണങ്ങളും, അതായത് ഓരോ പോളിംഗ് ബൂത്തിലേക്കും വേണ്ട ഉപകരണങ്ങളും അതുപോലെ തന്നെ സുരക്ഷയ്ക്ക് വേണ്ടി നിയോഗിച്ചിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെയും കൃത്യമായിട്ട് തന്നെ നാളെ അവിടെ ഉണ്ടാകും. അതിൻ്റെ എല്ലാ നടപടികളും ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ, അതായത് അല്പം സമയം മുമ്പ് തന്നെ തീർന്നു. ഇനി നാളെ 7 മണിക്ക് തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലേക്ക് ജനങ്ങൾ അവരുടെ സമ്മതിദായക അവകാശം രേഖപ്പെടുത്തും എന്നുള്ള കാര്യമാണ് ഉള്ളത്. വിനിഷ.